ഈസ് മൈ കൺട്രി അല്ലെങ്കിൽ ഇന്ത്യ എൻ്റെ രാജ്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇന്ത്യനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമുക്ക് ഇന്ത്യക്ക് എങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് കിട്ടിയത്, അതിനുശേഷം ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് നമ്മൾ സ്വാതന്ത്ര്യം ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ ഭരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യയിലെ കുറേ സ്ഥലങ്ങളെയൊക്കെ നമ്മൾ ഭാഷയുടെ ലാംഗ്വേജിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തു, ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. അതിനൊക്കെ നമ്മൾ എന്താ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞല്ലേ. അപ്പം നമുക്ക് നിലവിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? കറൻ്റ്ലി ഇന്ത്യ ഹാസ് 28 സ്റ്റേറ്റുകളാണ് അല്ലേ. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിച്ചു അല്ലേ. 28 സ്റ്റേറ്റും അതിൻ്റെ ക്യാപിറ്റലുകളും ഉണ്ട് അല്ലേ. ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളാണുള്ളത്. അതിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണസിരാ കേന്ദ്രത്തെ തലസ്ഥാനം എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെട്ടാലോ? കാരണം നിങ്ങൾക്ക് LSS എക്സാമിനൊക്കെ ക്വസ്റ്റ്യന് വരും കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി കൂടെയാണ് നമ്മുടെ 28 സ്റ്റേറ്റുകളും ഒന്ന് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതേ ഈ താഴെ മുതൽ മുകളിൽ വരെ പോകാൻ വേണ്ടി പോവാണ് സ്റ്റേറ്റുകൾ നോക്കാൻ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ആദ്യത്തെ മിസ് ഇവിടെ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്, മലയാളത്തിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, മഹാരാഷ്ട്ര, ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്. പിന്നെ എത്ര ഉണ്ടായി? 1 2 3 4 5 6 7 8 9 10 ആയി അല്ലേ. പിന്നെ എത്രയാണ്? 11. ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്. അപ്പം എത്രയാ? 11 12 13 14 15 16 17 18 19 20 ആയല്ലേ. നമുക്ക് എത്ര സ്റ്റേറ്റുകളാണ് ഉള്ളത്? നമുക്ക് 28 സ്റ്റേറ്റുകളാണുള്ളത്. ഓക്കെ, അതിൽ നമ്മൾ 20 ഇപ്പോൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കിയുള്ള 8 സ്റ്റേറ്റുകളാണല്ലേ. അതായത് 21 22 23 24 25 26 27 28. അതായത് അരുണാചൽ പ്രദേശ്, അസം, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ, സിക്കിം. ഇത്രയാണ് നമ്മുടെ സ്റ്റേറ്റുകൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ വരുന്നത് അല്ലേ. അപ്പോൾ ഇവർക്കെല്ലാം ഉള്ളൊരു പ്രത്യേകത എന്താ? ഈ എല്ലാ സ്ഥലത്തും ഉള്ള ആൾക്കാർ ഒരേ ലാംഗ്വേജ് ആയിരിക്കും, ഒരേ ഭാഷയായിരിക്കും സംസാരിക്കുന്നത് അല്ലേ. അങ്ങനെയാകുമ്പോഴെന്താണ്, അവരെ ഭരിക്കാനും നമുക്ക് ഈസി ആയിരിക്കും, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ്, അവരായിട്ട് ആശയവിനിമയം നടത്താൻ ഈസി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 28 സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇവർക്കൊക്കെ ഇവരുടെ എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, അതിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക കേട്ടോ. LSSന് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്.